വിശുദ്ധ യോഹന്നാൻ ക്രിസ്തുപിതാവിൻ്റെ സ്നേഹഗീതം എന്ന കവിതയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കവിത എന്ന് പറയുന്നത് ആത്മാവും വരനും തമ്മിലുള്ള ഒരു സ്നേഹസല്ലാപമായിട്ടാണ് പിതാവ് രചിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ തൊളോദയിലെ ജയിലിൽ പിതാവായിരുന്ന സമയത്ത് അനുഭവിച്ച ഏകാന്തതയും ആ ഇരുട്ടിൻ്റെ അനുഭവവും ആ തീവ്രമായ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഒഴുകിയതാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ അവസ്ഥകളൊക്കെയാണ് പിതാവ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ആത്മീയ ജീവിതം ആരംഭിക്കുന്ന ഒരു ഘട്ടം തുടങ്ങി ദൈവത്തിലെത്തുന്ന ആ ഒരു സായുജ്യം എന്ന പദവി വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു കവിതയിൽ പിതാവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ 3 ഘട്ടങ്ങളായ ശുദ്ധീകരണം, പ്രകാശനം, അതുപോലെ തന്നെ സായുജ്യം എന്നിവയൊക്കെ ഈ കവിതയിൽ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും വിശുദ്ധ ഗ്രന്ഥത്തിലെ ഉത്തമഗീതത്തോടെ ഏറ്റവും സാദൃശ്യമുള്ള, അല്ലെങ്കിൽ നമുക്ക് വായിക്കുമ്പോൾ ഉത്തമഗീതത്തോട് സാദൃശ്യമുണ്ടല്ലോ എന്ന് തോന്നുന്ന രീതിയിലാണ് പിതാവ് ഈ കവിത എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഈശോ ഈ ആത്മാവിന് കൊടുത്തൊരു അനുഭൂതി, എന്നിട്ട് ഈശോ പോയി മറിയുമ്പോൾ ആത്മാവിന് അനുഭവപ്പെടുന്ന വേദനകളും ഹൃദയത്തിൻ്റെ ഭാവമൊക്കെയാണ് ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ കവിതയുടെ ഉള്ളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ 1 മുതൽ 9 വരെയുള്ള പദ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഈ ചാർട്ടിൽ കാണുന്നത്. അപ്പോൾ പറയുന്നത് പോലെ ഈ ആത്മാവിൻ്റെ ഒരു യാത്രയാണിത്. ഈ കവിതയിൽ ആത്മാവിനെ ഒരു മലയാടായിട്ടും നമ്മുടെ ദൈവത്തെ, അതായത് ദൈവത്തെ കലമാനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ കലമാൻ മലയാടിനെ ഒരു മുറിവ് കൊടുത്തിട്ട് ഉന്നതങ്ങളിലേക്ക്, മലമുകളിലേക്ക് ചാടി കയറി പോവുകയാണ്. അപ്പോൾ ഈ മലയാടിനെ ഒരു മുറിവ് കൊടുത്തിട്ടുണ്ട് കലമാൻ. അപ്പോൾ ആ മുറിവുമായിട്ട് ഈ കലമാനിനെ അന്വേഷിച്ച് മലയാട് അന്വേഷിച്ച് പോവാണ്. പക്ഷേ മലയാടിന് ഈ ഭൂമിയിൽ നിന്ന് അന്വേഷിച്ചിട്ട് ഈ കലമാനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം കലമാൻ വസിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് പോയത്, അവിടെയാണ് വസിക്കുന്നത്. അപ്പോൾ ഈ മലയാട് പതുക്കെ അന്വേഷിച്ചിറങ്ങുകയാണ്. അപ്പോൾ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഇവിടെ ആലകളിൽ ഇടയന്മാരെ കണ്ടുമുട്ടുന്നുണ്ട്. ഈ ഇടയൻ എന്ന് പറയുന്നത് മാലാഖമാരുടെ പ്രതീകമാണ്. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ എത്തുന്ന മാലാഖമാരാണ് ഈ ഇടയന്മാർ. അപ്പോൾ ഈ ഇടയന്മാരോട് അന്വേഷിക്കുകയാണ്, എവിടെയാണ് എൻ്റെ പ്രാണനാഥൻ, എവിടെ കണ്ടോന്ന് ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഇടയന്മാർ പറയാണ്, ഇവിടെ അനുഗ്രഹങ്ങൾ വാരി വിതറിക്കൊണ്ട് ഈ വഴിയെ കടന്നുപോയെന്ന്. അപ്പോൾ ഈ പറയുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടികളാണ്. നമുക്ക് അറിയാം, ഈ ലോകത്തിലെ പലതരം സൃഷ്ടികൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൃഷ്ടികളെയാണ് ഈ അനുഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആത്മാവ് തൻ്റെ ആത്മാവിനെ മുറിപ്പെടുത്തിയ കലമാനെ അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ ഈ ആത്മാവിന് ഉണ്ടാകുന്നുണ്ട്. ഈ വന്യമൃഗങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആശ, ആശങ്ക, തുഷ്ടി, വിഷാദം എന്നീ പറയുന്ന പാപങ്ങളാണ്. ഇതിൻ്റെ ആക്രമണങ്ങളിൽ അവൾ പെട്ടുപോവാണ്. പക്ഷേ ദൈവത്തെ കണ്ടുമുട്ടുന്ന വലിയ ആഗ്രഹത്തോടു കൂടി ഇതിൽ നിന്നും കീഴ്വഴങ്ങാതെ അവൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ സ്റ്റേജിൽ ആത്മാവിന് മനസ്സിലാവാണ്, സൃഷ്ടികളെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെയാണ് ഇനി സ്രഷ്ടാവിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ അവൾ ഇവിടെയുള്ള എല്ലാ സൃഷ്ടികളെ കുറിച്ച് ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ ധ്യാനത്തിലൂടെ അവളുടെ ആ മുറിവിന് ഒരു വ്രണമായി മാറുകയാണ്. കാരണം ഈ സൃഷ്ടികളെ അവൾ ധ്യാനിക്കുമ്പോൾ അതിലൂടെ അവൾ കണ്ടുമുട്ടുന്നത് സൃഷ്ടികളുടെ സ്രഷ്ടാവിനെയാണ്, അതായത് ദൈവത്തിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് അവളുടെ ഉള്ളിൽ പൊന്തി വരുന്നത്. അപ്പോൾ അവളുടെ ഈ മുറിവിന് ഒന്നുകൂടി അത് വ്രണമായി മാറുകയാണ്. അവസാനം അവൾ പറയാണ്, 9ാമത്തെ പദ്യത്തിൽ അവൾ പറയാണ്, പ്രാണനാഥൻ എൻ്റെ ഹൃദയം കവർന്നെടുത്തുകൊണ്ട് പോയി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഹൃദയം കവർന്നെടുത്തുകൊണ്ട് പോയി എന്ന് പറയുമ്പോൾ അവൾക്ക് പിന്നെ ഒന്നിലും ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നില്ല. നമ്മുടെ ഈ ലോകത്തിലെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഫോണ്, അല്ലെങ്കിൽ ഗൂഗിള്, ഫേസ്ബുക്ക്, അല്ലെങ്കിൽ ഫാഷനുള്ള ഡ്രസ്സുകൾ, അതിലൊക്കെ ആശ്വാസം കണ്ടെത്താൻ നോക്കിയാലും അവൾക്ക് അതിന് ആശ്വാസം കണ്ടെത്താൻ സാധിക്കുന്നില്ല. കാരണം ആ ആത്മാവിൻ്റെ യഥാർത്ഥമായ ആശ്വാസം എന്ന് പറയുന്നത് പ്രാണനാഥനെ എത്തിച്ചേരുക എന്നാണ്. അപ്പോൾ ഈ ഇതിലൊക്കെ അവൾ ആശ്വാസം കണ്ടെത്താൻ ശ്രമിക്കുമെങ്കിൽ അതിലൊന്നും അവൾക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ പ്രാണനാഥനോട് പറയുകയാണ്, എൻ്റെ ഹൃദയം കവർന്നെടുത്തുകൊണ്ട് എന്തേ പോയി എന്നുള്ളൊരു സങ്കടത്തിലേക്ക് ഈ ആത്മാവ് കടന്നു വരികയാണ്. ഇതുവരെയാണ് ഈ 9ാമത്തെ പദ്യത്തിൽ ഈ ചാർട്ടിലൂടെ നമ്മൾ ചിത്രീകരിക്കുന്നത്. ഇനി പദ്യം 10 എന്ന് പറയുന്നത് 1, 2, 3 പടികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കേട്ടു, ആത്മാവ് ഭയങ്കര ഒന്നിലും ആശ്വാസം കിട്ടുന്നില്ല ആത്മാവിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാവ് ഭയങ്കര അവശയായിട്ടിരിക്കുകയാണ്. അപ്പോൾ പറയുകയാണ്, ഈ ആത്മാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു എളിമയുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ആഹാരം, ലോകത്തിലുള്ള ഒന്നിനും അതിനെക്കുറിച്ചൊന്നും ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഒരാഹാരമായിട്ട് ഭക്ഷണമാണെങ്കിൽ ഒന്നും അരോചകരായിട്ടാണ് മാറുന്നത്. ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ആത്മാവിന്, ഒന്നിനും സ്വാദില്ല. അപ്പോൾ കൂടുതലായിട്ട് ദൈവത്തിനെ ആശ്രയിക്കാനായിട്ട്, ദൈവത്തെ കണ്ടെത്താനായിട്ട് ആത്മാവ് തുടങ്ങുകയാണ്. അപ്പോൾ എളിമയുടെ പടു കഴിഞ്ഞ് പിന്നെ പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നു. അപ്പോൾ കൂടുതലായിട്ട് ദൈവത്തെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ കൂടുതൽ ഉപവിപ്രവൃത്തികൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവത്തെ അന്വേഷിക്കണമെങ്കിൽ ഉപവിപ്രവൃത്തികൾ അല്ലെങ്കിൽ സ്നേഹപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ആ ഒരു പടി തുടങ്ങുകയാണ് ആത്മാവ്. അങ്ങനെ ദൈവത്തിൻ്റെ ചെറിയൊരു പ്രകാശം ആത്മാവിന് വന്ന് പതിക്കുകയാണ്.
അതിലാണ് ആത്മാവിന് കൂടുതൽ ആ ഒരു പ്രകാശം അടിക്കുമ്പോഴാണ് ഈ ആത്മാവിന് കൂടുതലായിട്ട് ഈ ഇതിലേക്ക് നടക്കാനായിട്ട് ആത്മാവിന് സാധിക്കുന്നത്. ഇനി പദ്യം 11 4-ാമത്തെ പടിയെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിന് കാണാനുള്ള ആഗ്രഹ നിമിത്തം ഈ ലോകത്തിൻ്റെതായിട്ട് എല്ലാ അറ്റാച്ച്മെൻറ്റ്സ്, അതുപോലെ തന്നെ ഇച്ഛാനിഗ്രഹം, തന്നെ 1000 വട്ടം നിഗ്രഹിക്കാനായിട്ട്, അല്ലെങ്കിൽ 1000 വട്ടം തന്നെ മരിക്കാനായിട്ട് ആത്മാവ് സന്നദ്ധയാണ്. കാരണം ദൈവത്തെ ആ പ്രകാശം കണ്ടു. ഇനി ദൈവത്തെ കൂടുതലായിട്ട് അടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ഛാനിഗ്രഹമൊക്കെ തന്നെ നിഗ്രഹിക്കാനായിട്ട്, ഇച്ഛകളെ നിഗ്രഹിക്കാനായിട്ട് ഇവിടെ ആത്മാവ് തുടങ്ങുന്നു. ഇനി പദ്യം 12 5, 6, 7 പടികളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ ഇച്ഛകളൊക്കെ നമ്മൾ നിഗ്രഹിക്കും തോറും കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കാനുള്ള കൂടുതൽ ആഗ്രഹം വരും, അതിനുള്ളൊരു ദാഹം വരും. ഈ ദാഹമാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, ഒരു കല്ല് മേലെ നിന്ന് താഴേക്കിട്ട അതിനെ താഴേക്ക് ആകർഷിക്കും തോറും അതിൻ്റെ വേഗത കൂടും. അപ്പോൾ അതുപോലെയാണ് ഇതിപ്പോൾ ഇവിടുന്ന് തുടങ്ങിയിട്ടുള്ള ആത്മാവ്. അപ്പോൾ ഇത് 4-ാമത്തെ പടി വരെ എത്തി. ഇനി കൂടുതൽ ദൈവത്തിനായിട്ട് ദാഹിച്ചു തുടങ്ങുകയാണ്. അപ്പം ഇങ്ങനെ ദാഹിക്കും തോറും ഇങ്ങനെ ദൈവത്തിലേക്ക് കുതിച്ചു പായുന്നു, അതിലേക്കുള്ള അഭിലാഷം അങ്ങനെയൊക്കെ കൂടുതലായിട്ട് ആത്മാവിന് തോന്നി തുടങ്ങും. പിന്നെ ഇവിടെ ആത്മാവ് പറയാണ്, ആത്മാവ് വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് നോക്കണം, തൻ്റെ വിശ്വാസത്തിലേക്ക്. ഈ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ദൈവത്തിനായിട്ട് ദാഹിക്കാനും അതിലേക്ക് കുതിച്ചു പായാനും ആ അഭിലാഷം വരാനായിട്ടുള്ള സാധിക്കുമെന്ന് ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഏതൊരു പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കൂസലില്ലാണ്ട് ഭയങ്കര ധൈര്യപൂർവ്വമാണ് ആത്മാവ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിനായിട്ട് ദാഹിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് കലമാനെ കുറിച്ച് അറിയാമല്ലേ. അപ്പോൾ ഈ മാനെ വെള്ളം കിട്ടാണ്ട് വരുമ്പോൾ വെള്ളം അന്വേഷിച്ച് പോണ ഒരു പോക്കലുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തെ കാണാനായിട്ടുള്ളൊരു കുതിച്ചുപായലാണ് ആത്മാവ് ഇവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിലേക്ക് ദൈവൈക്യ സംജാതമാകാനുള്ളൊരു അഭിലാഷം കൂടി ആത്മാവിന് ഇവിടെ വരുന്നുണ്ട്. ഇനി പദ്യം 13, 14, 15 9-ാമത്തെ പടിയെ കുറിച്ച് ദൈവത്തിൽ ദഹിച്ച് പരിപൂർണമായി തീരുന്നു, അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിലേക്ക് അടുക്കുന്തോറും നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇവിടെ എത്തിയപ്പോഴും ചെറിയൊരു പ്രകാശം വന്നു. ദൈവത്തിലേക്ക് കൂടുന്നതോറും അടുക്കുന്തോറും കൂടുതൽ പ്രകാശം വരിക. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൂടുതൽ കനത്ത നിബിഡമായ അന്ധകാരമായിരിക്കും ആത്മാവിനെ കിട്ടുക. ദൈവത്തിനെ കാണാൻ പറ്റില്ല, ദൈവം ഉണ്ടോ, അങ്ങനത്തെ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ആത്മാവ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് വലിയൊരു പ്രകാശമാണ് ദൈവത്തിന്. പക്ഷെ അത് ആത്മാവിന് മനസ്സിലാക്കാനായിട്ട് ഒരിക്കലും ആത്മാവിന് സാധിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആത്മാവിന് മനസ്സിലാക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിൽ ദഹിച്ച് പരിപൂർണമായി തീരുന്നു. അപ്പോൾ കൂടുതൽ ഈ പ്രകാശം അടിക്കും തോറും ദൈവസാഹചര്യത്തിനായിട്ട് ആത്മാവ് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് തന്നെ ദൈവം ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ചെറിയ നമുക്കറിയാം, നമുക്ക് ഇച്ചിരി പണിയെടുക്കുമ്പോഴേക്കും നമ്മൾ ദുർബലമായിട്ട് അവശയായിട്ട് നമ്മൾ തീരാണ്. അതുപോലെ തന്നെ വലിയ പ്രകാശം അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് പറയുകയാണ്, എനിക്ക് വയ്യ, ഇച്ചിരി ഒന്ന് നീക്കി വെക്കൂ പ്രകാശം, കാരണം എനിക്ക് പറ്റുന്നില്ല, അത്രയും ചൂട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആത്മാവ് ഇവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് പദ്യം പറയുന്നത്, അകക്കണ്ണുകളിൽ നോട്ടം പൊറുക്കാൻ വയ്യ, ഒന്ന് തിരിച്ചാലും, ഒന്ന് കുറച്ചിങ്ങോട്ട് തിരിച്ചു വയ്ക്കൂ, കുറച്ച് നേരത്തിന് ആശ്വാസം കിട്ടാൻ. അങ്ങനെ ആത്മാവോട് പറയുന്നുണ്ട്. പക്ഷേ ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ഇനി നമുക്കറിയാം, ഇപ്പോൾ 9-ാമത്തെ പടി വരെ എത്തി, ഇനി പെട്ടെന്ന് 10ലേക്ക് കിടക്കുന്നതാണ് നമ്മുടെ വിചാരം. പക്ഷെ അങ്ങനെയല്ല, 9-ൽ എന്നെ നിർത്തിപ്പൊരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് തന്നെ 9ലേക്ക് വരുത്തുള്ളൂ. അപ്പോൾ ആത്മാവ് വിചാരിക്കുന്നത് ഭൗമിക ജീവിതമൊക്കെ അവസാനിച്ചു, ഇനി ദൈവത്തിലേക്കുള്ളൊരു ജീവിതമാണ്. അപ്പോൾ ഭയങ്കര കൂളായിട്ട് ഭയങ്കര പൂമെത്ത പോലെ അങ്ങനെ നടന്ന് അതൊന്നുമല്ല. അങ്ങനെയാണ് ആത്മാവ് വിചാരിച്ചിരുന്നത്. പക്ഷെ അതൊന്നുമല്ല, അതിനേക്കപ്പുറമാണ് ദൈവം. അപ്പം ഈശോയോട് പറയാണ്, നിൽക്കു കബോധിക എന്ന് പറഞ്ഞിട്ടൊരു അഭിസംബോധനയാണ് ഈ ആത്മാവിന് പറയുന്നത്. അവിടെ നിൽക്കാൻ കുറച്ച് പണി കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റുള്ളൂ എന്ന് ആത്മാവിനോട് പറയുന്നതാണ്. അപ്പോൾ ഈ ആത്മാവിൻ്റെ സ്ഥിതി ഭയങ്കര, നേരത്തെ പറഞ്ഞ പോലെ കനത്ത നിബിഡമായൊരു അന്ധകാരമാണ്. അപ്പോൾ ഇവിടെ പറയാണ്, നീ ഒന്ന് വിശ്രമിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വന്ന് നിന്നെ ഒന്ന് തഴുകിപ്പോവും, അപ്പോഴാണ് നമുക്കൊരു ഉണർവ് ഉന്മേഷമൊക്കെ വരുന്നുള്ളൂ. അപ്പം അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ സ്നേഹത്തിൻ്റെ അഗ്നി ആളിപ്പിടിക്കാനായിട്ടും കൂടിയാണ് പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് അയക്കുന്നത്. ഇവിടെ തന്നെയാണ് ആത്മീയ വിവാഹ വാഗ്ദാനവും നടത്തുന്നത്. അപ്പോൾ ആത്മാവ് ദൈവത്തെ വിദൂര ദ്വീപ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ശ്രീലങ്കനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പോയിട്ടില്ല, പക്ഷേ കടലകളിലെ ഒറ്റപ്പെട്ടൊരു ദ്വീപാണത്. അപ്പോൾ അതിലത്തെ ആൾക്കാരെ കുറിച്ച് വരുമ്പോൾ അവർക്കൊക്കെ പുതിയ തരത്തിലാണ് കാണുക. നമ്മളൊക്കെ ചെന്ന് കാണുകയാണെങ്കിൽ പുതിയ തരം. അതുപോലെയാണ് ദൈവം എന്ന് പറയുന്നത്. കാരണം നമുക്കറിയത്തില്ല, പക്ഷേ നമ്മൾ എന്തൊക്കെയോ കേട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെയാണ്, വിദൂര ദ്വീപ് പോലെയാണ് ദൈവം എന്നാണ് ഇവിടെ പറയുന്നത്.
അപ്പോൾ കൂടുതൽ പ്രഭാതത്തോട് ഇവിടെ യോഹന്നാൻ ക്രിസ്തു പിതാവ് പറഞ്ഞു വെക്കുന്നുണ്ട്. ആദ്യം വൈകുന്നേരം പോലത്തെ ഒരു രാത്രിയുണ്ട്, പിന്നെ അർദ്ധരാത്രിയുണ്ട്, പിന്നെ ഉഷസ്സുണ്ട്. അപ്പോൾ ഈ വൈകുന്നേരം പോലത്തെ ഒരു രാത്രി എന്ന് പറയുന്നത് നമ്മൾ സന്ധ്യയായി എന്ന് പറയാറില്ലേ, അത് ഈ 2 രാത്രി 12 മണി 1 മണി അങ്ങനെ പറയുന്നു. പിന്നെ ഉഷസ് എന്ന് പറയുമ്പോൾ നമ്മൾ 5 മണി 6 മണി ആ നേരത്ത്. അപ്പോൾ ഇവിടെ പറയുകയാണ് ഇവിടെ പ്രഭാതം അല്ലെങ്കിൽ ഉഷസ് അടുക്കാറായി. അപ്പോൾ ഇത്ര നേരം അന്ധകാരത്തിലായിരുന്നു, അതാണ് ഈ പിക്ചർ ഇവിടെ കാണിക്കുന്നത്. ഇത്ര നേരം അന്ധകാരത്തിലായിരുന്നു ആത്മാവ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അടുക്കും തോറും ഒരു ഉഷസ്, ഒരു പ്രകാശം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് പിശാചിൻ്റെ, എല്ലാറ്റിലും പിശാചിൻ്റെ പ്രലോഭനം ഉണ്ടാവും. പക്ഷേ ഏറ്റവും കൂടുതൽ ഈ 9ാമത്തെ പടിയിലാണ് പിശാചിന് കൂടുതലായിട്ട് പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. അത് ഐന്ദ്രിയങ്ങൾ വഴിയായിട്ട്, ഐന്ദ്രിയ മണ്ഡലങ്ങൾ വഴിയായിട്ടാണ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ആശ, ആശങ്ക, തുഷ്ടി, വിഷാദം, ഇതൊക്കെ കൂടുതലായിട്ട് വരും. പക്ഷേ ആത്മാവിന് ആ സമയത്ത് ഒരു ധൈര്യം ദൈവം കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്നും വരണ്ട, ശാസിക്കുകയാണ് ആത്മാവ്. അപ്പം അത്ര നേരം പേടിച്ച് നിൽക്കുന്ന ആത്മാവ് ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഭയങ്കര ധൈര്യമാണ് ആത്മാവിന് കിട്ടുന്നത്. അപ്പോൾ ആത്മാവ് അവരോട് പറയുന്നത് ശാസിക്കുകയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആത്മാവ് ഇതുപോലെ നമ്മൾ ഓരോ സ്റ്റേജിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല ഇത് കൊടുക്കുമ്പോഴും ഒരു നിവേദനം എഴുതി കൊടുക്കൂലേ, അതുപോലെയാണ് ആത്മാവ് ഇവിടെ എത്തുമ്പോൾ ദൈവത്തിന് നിവേദനം പോലെ ഒരു അപേക്ഷ പറയും, ഇനി മതി എന്നെ കയറ്റി, കുറേ നാളായി ഇവിടെ നിൽക്കണേ. അതുപോലെ ആത്മാവ് ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ദൈവം അനുവദിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ഒരു കാലമുണ്ട്. അപ്പോഴാണ് ദൈവത്തിൻ്റെ പ്രത്യക്ഷം, ദൈവത്തിൻ്റെ ദർശനം കൂടുതലായിട്ട് ആത്മാവിന് കൊടുക്കാനായിട്ട് 10ാമത്തെ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ പടിയിലേക്ക് ആത്മാവിനെ കയറ്റുന്നത്. 21 മുതൽ 40 വരെയുള്ള പദ്യങ്ങളുടെ വ്യാഖ്യാനമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 21ാമത്തെ പദ്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് ഇത്ര നേരം ദൈവത്തെ കാണുവാനും ദൈവ സായുജ്യം പ്രാപിക്കുവാനും അതിയായി ക്ലേശിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യുകയുമായിരുന്നു. ഈ പദവിയിൽ എത്തി നിൽക്കുന്ന ആത്മാവിനെ ക്ലേശകരമായ യാതൊന്നും ബാധിക്കുന്നില്ല. കാരണം ദൈവം ആത്മാവിന് നൽകുന്ന മാധുര്യം ആത്മാവിനെ കത്തിജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്ലേശകരമായ ആദ്യ പദവികൾ പിന്നിട്ടതിന് ശേഷം ദൈവം ആത്മാവിന് നൽകുന്ന സമാധാനത്തിലാണ് ആത്മാവ് ഇവിടെ ആയിരിക്കുന്നത്. ഇതിനുശേഷം 22ാമത്തെ പദ്യത്തിലേക്ക് കടക്കുമ്പോൾ ആത്മാവിനെ ദൈവം വധൂരത്നമെന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ദൈവം ആത്മാവിനെ 2 കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അത് ഒന്നാമത്തേത് ആത്മീയ വിവാഹമാകുന്ന മണ്ഡപത്തിലേക്ക് കയറുവാനുള്ള സമയമായി എന്നും, രണ്ടാമത്തേത് ദൈവം ആത്മാവിന് നൽകാൻ പോകുന്ന അനുഭൂതികളെക്കുറിച്ചുമാണ് ദൈവം ആത്മാവിനെ ബോധ്യപ്പെടുത്തുന്നത്. ഒപ്പം തന്നെ ദൈവത്തിൽ സായുജ്യം പ്രാപിക്കുകയാണ് ആത്മാവിയുടെ. അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ തന്നിലെ ദുർഗുണങ്ങൾ നീക്കുന്നതിനായിട്ട് ആത്മാവ് അതിയായി പരിശ്രമിക്കുകയുണ്ടായി. ഇതിനെല്ലാം ശേഷം ആത്മാവ് ആ പരിശ്രമങ്ങൾക്കെല്ലാം ഒടുവിൽ ആത്മാവ് ദൈവത്തിന്റെ കരങ്ങളിൽ വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പോകുന്നത് 23ാമത്തെ പദ്യമാണ്. ഈ പദ്യത്തിന് ചുറ്റും പദ്യം എന്താണെന്നുള്ള 4 വരി എഴുതിയിട്ടുണ്ട്. അതൊരെണ്ണം വായിക്കാം. ആദാദ്രുമത്തിൽ നൽ ശീതള ചായ തന്നിൽ കാതലെ നിനക്കു ഞാൻ പാണി തന്നച്ചാരമായി അന്നു നിൻ ജനത്രിയാളങ്ങൾ അധുപതിച്ചപ്പോൾ ഇന്നു രക്ഷയും നിനക്കസ്ഥലത്തുളവായി. അപ്പോൾ ഇവിടെ യോഹന്നാൻ ക്രിസ്തു പിതാവ് പറയുന്നത് ആദാ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ആപ്പിൾ. അപ്പോൾ ആ പഴയ ആദിമാതാപിതാക്കളെ കുറിച്ചാണ് പറയുന്നത്. ആ സ്ഥലത്ത് വെച്ചിട്ട് ആദിമാതാപിതാക്കൾ മൂലം നമുക്ക് പാപത്തിൻ്റെ ഫലമായിട്ടുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം മാറ്റി ഇവിടെ ആപ്പിളാകുന്ന കുരിശുമരത്തിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഈശോ രക്ഷ നൽകി എന്നാണ് കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ആത്മാവിനെ ഈശോ കൈ പിടിച്ച് വിവാഹവേദിയിലേക്ക് ഉയർത്തുകയാണ് കാണുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ വിശദീകരണം എങ്ങനെയാണ് വരുന്നത്? യഥാർത്ഥ സ്നേഹം ഒന്നും മറച്ചു വെക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വരൻ, അതായത് ഈശോ, മനുഷ്യാവതാരം, രക്ഷാകർമ്മം എന്നിവയെ പറ്റിയിട്ട് വധുവിന് ആത്മാവിന് അറിവ് കൊടുക്കാനായിട്ട് മുതിരാണ് ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു രക്ഷയെ പറ്റിയിട്ട് ഇവിടെ വിശദീകരണം അല്ലെങ്കിൽ മനുഷ്യാവതാരത്തെ പറ്റിയിട്ടും അതിൻ്റെ രക്ഷാകർമ്മത്തെക്കുറിച്ചും ഈശോ ആത്മാവിന് പറഞ്ഞു കൊടുക്കുന്നതിനായിട്ട് കാരണമായിട്ട് വരുന്നത്. ജനത്രിയാളെന്ന് പറയുന്നത് ആദിമാതാപിതാക്കളാണ്. അപ്പോൾ അവരുടെ പാപത്തിൽ നിന്നുള്ളവായ ആ ഒരു മരണത്തിൽ നിന്ന് ഈശോ രക്ഷ കൈവരിച്ചു എന്നാണ് ഈ ഒരു പദ്യത്തിൽ പറയുന്നത്. ആ രക്ഷാകർമ്മം അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. ഇനി 24ാമത്തെ പദ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ സിംഹഗുഹരങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതായത് സിംഹത്തിൻ്റെ ഗുഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന പോലെ സിംഹത്തിൻ്റെ ഗുഹ മറ്റു മൃഗങ്ങളുടെ അല്ലെങ്കിൽ ജീവികളുടെ ഗുഹയിൽ നിന്നൊക്കെ കുറച്ച് നീങ്ങിയിട്ടായിരിക്കും. കാരണം അതിൻ്റെ മറ്റു ജീവികൾ അതിനെ ഭയക്കാണ് സിംഹത്തിനെ. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടൊന്നും താല്പര്യപ്പെടുന്നില്ല. ഇതേപോലെ ഇവിടെ ആത്മാവ് ഈ സിംഹഗുഹരങ്ങൾ എന്ന് പറയുമ്പോൾ സിംഹം അല്ലെങ്കിൽ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തന്നെ ശക്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആത്മാവ് ഈ ഗുഹയുടെ ഉള്ളിലായിരിക്കുമ്പോൾ പിശാച് അവിടേക്ക് വരാനായിട്ട് ഭയക്കുമെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ രാജാരുണ കൗശല വസ്ത്രാലങ്കൃതം എന്ന് ഉദ്ദേശിക്കുമ്പോൾ രാജകീയ വസ്ത്രം, ചുവപ്പ് വസ്ത്രം ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇവിടെ വരുന്നത്.
അതുപോലെ 1000 ഹേമഫലകങ്ങളാൽ സംചൂടിതമെന്ന് പറയുന്നുണ്ട്. ഹേമം എന്ന് പറയുമ്പോൾ ഗോൾഡാണ് ഉദ്ദേശിക്കുന്നത്, സ്വർണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. അത് സ്നേഹത്തിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണ് ഈ ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 1000 പുണ്യങ്ങൾ കൊണ്ട് പരിചയം ഒരുക്കാണ് ഇവിടെ ഈ ഒരു ഗുഹയുടെ ഉള്ളിൽ ആത്മാവിനെ ലഭിക്കുന്നത്. പുഷ്പഭൂഷിതം തൽപ്പം എന്ന് പറയുന്നത് ഇവിടെ ശയ്യ ഒരുക്കാണെന്ന് പറഞ്ഞു ആത്മാവിന് വേണ്ടിയിട്ട് ദൈവം. അപ്പോൾ ഈ മണിമഞ്ചത്തെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ശയ്യ എന്ന് പറയുമ്പോൾ അതിനെ ശയ്യയുടെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. അതായത് അത് ദൈവികമാണ്, പരിപാലനമുള്ളതാണ്, അതീവ സംശുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഇതിൽ ശയിക്കുന്ന ആത്മാവും ഇതുപോലെ തന്നെ ആയിട്ട് മാറുന്നതാണ് പറയുന്നത്. ഇവിടെ ഈ ശയ്യയിൽ ഉണ്ടാകുന്ന പുഷ്പം എന്ന് പറയുന്നത് വരൻ തന്നെയാണെന്നും യോഹന്നാൻ ക്രൂസ് പിതാവ് പറയുന്നു. പുണ്യങ്ങൾ വളർച്ച പ്രാപിക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണെന്നാണ് പറയുന്നത്. പാവനമാകുന്ന നിൻ പാദമുദ്രകൾ നോക്കി പൂവലങ്കിമാരോ മൂടുന്നു നിൻ പാതയിൽ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോടൊപ്പം ആയിരിക്കുവാനും ഒപ്പം അവൻ്റെ സാമീപ്യത്തിലായിരിക്കുവാനും അവനെ ശുശ്രൂഷിക്കുവാനൊക്കെ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഞാൻ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോടൊപ്പം ആയിരിക്കുവാനും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ സ്നേഹം നുകർന്ന് ആ വ്യക്തിയോടൊപ്പം ആയിരിക്കുവാനും നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ 25-ാമത്തെ പദ്യത്തിൽ വിശുദ്ധ യോഹന്നാൻ ക്രൂസ് പിതാവ് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് പുണ്യപൂർണ്ണതയാകുന്ന പാതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് ദൈവൈക്യത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്. വരനായ ഈശോയിൽ നിന്ന് സ്നേഹം നുകർന്ന് ആ ഈശോയെ ശുശ്രൂഷിക്കുന്നതിൽ അവൾ വളരെ തൽപരയാകുന്നു. ഒപ്പം 3 കാര്യങ്ങളെക്കുറിച്ച് വരൻ്റെ 3 സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വധുവിടെ പ്രകീർത്തിച്ച് പാടുന്നുണ്ട്. ഒന്നാമത്തെ സ്വഭാവ ഗുണമെന്ന് പറയുന്നത് ദിവ്യമണവാളൻ, അതായത് ഈശോ ആത്മാക്കൾക്ക് തന്നെക്കുറിച്ച് നൽകുന്ന ആനന്ദ മാധുര്യത്തെക്കുറിച്ചാണ് ഇവിടെ ആത്മാവ് പ്രകീർത്തിച്ച് പാടുന്നത്. ദിവ്യമണവാളൻ തന്നെക്കുറിച്ച് ആത്മാക്കൾക്ക് നൽകുന്ന ആനന്ദ മാധുര്യമാണ്. അപ്പോൾ ഈ ആനന്ദ മാധുര്യം ഒരാത്മാവിലേക്ക് ചൊരിയപ്പെടുമ്പോൾ പുണ്യപൂർണ്ണതയാകുന്ന പാതയിൽ ദ്രുതഗതിയിൽ അവൾ വളർന്ന് ദൈവത്തിലേക്ക് കൂടുതൽ സ്പീഡിൽ നടന്നെടുക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ. ഇനി 2ാമത്തെ ഒരു കാര്യമാണ് ദൈവസ്നേഹത്തിൻ്റെ ആകസ്മികവും അത്യന്തം പ്രേമോജ്വലവുമായ സന്ദർശനം. അതായത് ആത്മാവിലേക്ക് ഇടയ്ക്കിടയ്ക്ക്, അതായത് ഈശോ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഓരോ ദർശനങ്ങൾ നൽകും തന്നെക്കുറിച്ച്. അപ്പോൾ ഈ ദർശനങ്ങളിലൂടെ ആത്മാവ് സ്നേഹം കൊണ്ട് നിറയപ്പെടുകയാണ്. ഇനി 3ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ആധിക്യം അവളിൽ വന്ന് നിറയുകയാണ്. അപ്പോൾ ഇതൊരു മാദക ലഹരി പോലെയാണ്. ഇപ്പം നമ്മൾ ഒരു ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുഖം നുകർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ലഹരി ഉപയോഗിക്കാൻ നമുക്ക് വളരെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ സ്നേഹമാകുന്ന ഈശോയുടെ ലഹരി അവളിലേക്ക് വന്നു ചേരുമ്പോൾ ആ ലഹരി പിന്നെയും പിന്നെയും നുകർന്നുകൊണ്ടായിരിക്കാൻ ഈ വധു ഒത്തിരി കഷ്ടപ്പെടുകയാണ്. അതായത് ഈ ലഹരി ലഭിക്കാൻ വേണ്ടിയിട്ട് വധു വരൻ്റെ പിന്നാലെ നടക്കുകയാണ്, അവനെ ശുശ്രൂഷിച്ചുകൊണ്ട്, അവനെ സ്നേഹം നുകർന്നുകൊണ്ട്. ഇനി 26-ാമത്തെ പദ്യത്തിൽ നാം കാണുന്നത് ആന്തരമാകും വീഞ്ഞറയ്ക്കുള്ളിൽ ഞാനൻ കാന്തനിൽ നിന്നും രസം നുകർന്ന് ഇരിക്കുകയാണ്. അതായത് അവൻ്റെ വീഞ്ഞറയ്ക്കുള്ളിലാണ് ആത്മാവ്. അപ്പോൾ ഒരു വീഞ്ഞറയ്ക്കുള്ളിൽ ഒരു ഓണറുള്ള ഒരു വീഞ്ഞറയ്ക്കുള്ളിലാണ് ഇപ്പോൾ ആത്മാവായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആത്മാവിൻ്റെ ഒരു പ്രത്യേകത, അവൾ വളരെ സുരക്ഷിതയാണ്. അപ്പം ഈ വീഞ്ഞറ എന്ന് പറയുന്ന ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് പറയുന്നത്. ഇവിടെ സ്നേഹം, ഈ വീഞ്ഞെന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹമാകുന്ന അറയ്ക്കുള്ളിലാണ് ഇപ്പോൾ ആത്മാവായിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അറയുടെ പ്രത്യേകത എന്താണ്? ആ അറ നിറയെ സ്നേഹമാണ്. ഈശോയുടെ സ്നേഹം നുകർന്നുകൊണ്ട് ആത്മാവ് ഇങ്ങനെ ആയിരിക്കുകയാണ്. അപ്പോൾ ഒപ്പം തന്നെ വരനെ ശുശ്രൂഷിക്കും. ഈ സ്നേഹം നിറഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റും അല്ലേ, അവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഈ ആത്മാവ് പുണ്യപൂർണ്ണതയാകുന്ന പാതയിൽ ചരിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് ഈശോയെ ശുശ്രൂഷിക്കുന്നതിൽ വളരെ തൽപരയാകുന്നുണ്ട്. അവനിഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ മാറ്റുന്നുണ്ട്. 2 അനുഗ്രഹങ്ങളാണ് ആത്മാവിന് ഈശോ നൽകുന്നത്. ഒന്ന് ഭൗമിക വസ്തുക്കളിൽ നിന്നുള്ള വേർപാട്, 2 ദുരീച്ചകളുടെയും ദുർഗുണങ്ങളുടെയും വേർപാടാണ് ഇവിടെ ആത്മാവിൽ സംഭവിക്കുന്നത്. അതായത് സ്നേഹത്താൽ നിറഞ്ഞ് ഈശോയെ അനുഭവിക്കുന്ന ഒരു ആത്മാവ് വേറൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഈശോയിലേക്ക് തന്നെ നടക്കുകയാണ്. ഇനി ഇത്രയും നാളും ഇന്ദ്രിയങ്ങൾ കൊണ്ട്, അതായത് കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ഒപ്പം ഇന്ദ്രിയങ്ങളൊക്കെ കൊണ്ട് ഈ ലോകമാകുന്ന സുഖങ്ങളെ, ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളെയാണ് ആത്മാവ് തേടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു പുണ്യപൂർണ്ണത പാതയിൽ, ഈ പദവിയിലേക്ക് എത്തുമ്പോഴേക്കും ആത്മാവ് ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഈശോയെ അനുഭവിക്കാനാണ് തുടങ്ങുന്നത്. ഒപ്പം അന്ധശക്തികൾ എന്ന് പറയുന്നത് ബുദ്ധി, ഓർമ്മ, മനസ്സ്. ഇവിടെ ബുദ്ധിയിൽ ജ്ഞാനവും അറിവും നിറയുന്നു. ഈ ലോകത്തിൻ്റെതായ ജ്ഞാനവും അറിവുമല്ല, ഈശോയെക്കുറിച്ചുള്ള അറിവും ഈശോയെക്കുറിച്ചുള്ള ജ്ഞാനവുമാണ്. ഇനി ഈ വീഞ്ഞറയ്ക്കുള്ളിൽ ആത്മാവ് പ്രവേശിക്കുമ്പോൾ ആത്മാവിന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് വിജ്ഞാനം ഈ ആത്മാവിലേക്ക് നിറയപ്പെടുക എന്നുള്ളത്. ഇനി 2, ഓർമ്മയിൽ
അന്തർലീനത, അതായത് ഈശോയാണ് ഇവിടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഓരോ നിമിഷവും ഈശോയെക്കുറിച്ചാണ് ഈ ആത്മാവിൻ്റെ ധ്യാനം മുഴുവൻ. ഇനി രണ്ടാമത്, അതായത് മനസ്സിൽ ഈ ആത്മാവിൽ ഇമ്പമേറിയ സ്നേഹമാണെന്നറിയുന്നത്. വെറും ഒരു സ്നേഹമല്ല, ഇമ്പമേറിയ സ്നേഹം. അപ്പോൾ ഇമ്പമേറിയ ഒരു പാട്ട് കേൾക്കാൻ നമുക്കൊക്കെ വളരെ താല്പര്യമാണ്. അപ്പോൾ ഇമ്പമേറിയ ഈ സ്നേഹത്തിൻ്റെ പിന്നാലെ ആത്മാവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ 27ാമത്തെ പദ്യമാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളിവിടെ കാണിച്ചിരിക്കുന്ന ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ 27ാമത്തെ പദ്യത്തിൽ ഇത് എന്ന് പറയുന്നത് ദൈവമാവുന്ന വരനാണ്, അതുപോലെ തന്നെ ഇത് ആത്മാവാവുന്ന വധുവാണ്. അപ്പോൾ ഈ പദ്യത്തിൽ പറഞ്ഞു വെക്കുന്നത് ദൈവം തനിക്ക് നൽകിയ ഉദാത്തമായ അനുഗ്രഹങ്ങൾ വധുവരനോട് വിവരിക്കുന്നതാണ് ഈ ഒരു പദ്യത്തിൽ ഉള്ളടക്കമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ വധു പറയുന്നത് ഇതൊരു വളരെയേറെ സ്നേഹത്തോടു കൂടെയാണ്. അപ്പോൾ ഈ ഒരു പദ്യത്തിൽ വരുമ്പോൾ ഇതൊരു സ്നേഹം പ്രാപിക്കലോ അല്ലെങ്കിൽ ഒരു സായുജ്യം നേടലോ ആണ്. കാരണം വധു തിരിച്ചറിയാണ് സ്നേഹമാകുന്ന വരനെ. അപ്പോൾ അത് പറഞ്ഞ് വിവരിച്ച് കേൾപ്പിക്കാനൊക്കെ വധു വളരെയേറെ ആഗ്രഹത്തോടെ ഇരിക്കുകയാണെന്ന് പറയുന്നു. തുടർന്ന് ഇവിടെ 2 അനന്തര ഫലങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് എല്ലാ വസ്തുക്കളോടും വധുവിന് ഇവിടെ നിസ്സംഗത മനോഭാവമായിരിക്കും. കാരണം ഈ വധു വളരെ അമൂല്യമായൊരു സ്നേഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വസ്തുക്കളോടും വധുവിന് ഒരു നിസ്സംഗത മനോഭാവമായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് വധുവിന് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ അഭിരുചികളും ഒക്കെ വരനോടുള്ള സ്നേഹത്തെ പ്രതി ആ വധു അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്കിപ്പോൾ ഒരു ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ അഭിരുചികളും ആഗ്രഹങ്ങളും ഒക്കെ നമുക്ക് സ്നേഹമുള്ള ഒരാൾക്ക് വേണ്ടി നമ്മൾ ത്യജിക്കും എന്ന് പറയും. അപ്പോൾ അതാണ് ഇവിടെ രണ്ടാമത്തെ അനന്തരഫലമായിട്ട് പറയുന്നത്. പിന്നെ ഇവിടെ ദൈവമാകുന്ന ഈ വരൻ വധുവിനെ പഠിപ്പിക്കുന്ന ഒരു മൗതിക ശാസ്ത്രമുണ്ട്. അത് മൗതിക യോഗാത്മക ശാസ്ത്രം എന്ന് പറയും. അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാവുന്ന രീതിയിലാണെങ്കിൽ ദൈവജ്ഞാനം അല്ലെങ്കിൽ പ്രണിധാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പ്രണിധാനം ഇവിടെ വരൻ വധുവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്ന് പറയുന്നു. തുടർന്ന് ആത്മാവ് തനിക്കുള്ളതെല്ലാം വരനോടുള്ള വളരെയേറെ സ്നേഹത്തെ പ്രതി ഇവിടെ ത്യജിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് 28ാമത്തെ ഈ പദ്യമാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സിംബലൈസ് ചെയ്തിരിക്കുന്നത് ഒരു ഹൃദയം വരച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്നേഹത്തെ അല്ലെങ്കിൽ ദൈവത്തെയൊക്കെ സിംബലൈസ് ചെയ്ത് ഇരിക്കുന്നത് ഹൃദയമായിട്ടാണ്. അതാണ് ഇവിടെ ഹൃദയത്തെ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വധു സ്നേഹമല്ലാതെ ദൈവത്തിന് വേറെ ഒന്നിലും പ്രീതിയില്ല എന്ന് വധു മനസ്സിലാക്കുകയാണ്. വധു എന്ന ആത്മാവ് ഇവിടെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയേറെ ആർദ്രമായൊരു സ്നേഹത്തിലൂടെ വരനെ പ്രാപിക്കാനായിട്ട് ഇവിടെ വധു അപേക്ഷിക്കുകയാണ്, അതുപോലെ തന്നെ തീവ്രമായി ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് എന്ന് പറയുന്നു. തുടർന്ന് പറഞ്ഞു വയ്ക്കുന്നു, ഇവിടെ വലിയൊരു സമർപ്പണം, ഒരു സമ്പൂർണമായ സമർപ്പണമാണ് വധു ഇവിടെ നടത്തുന്നത്. ഇപ്പോൾ ആത്മാവിന് 2 മണ്ഡലങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഐന്ദ്രിയ മണ്ഡലവും ആത്മീയ മണ്ഡലവും. അപ്പോൾ ആത്മീയ മണ്ഡലത്തിലുള്ള ബുദ്ധി, ഓർമ്മ, മനസ്സ്, അതാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ബുദ്ധി, ഓർമ്മ, മനസ്സ്. ഈ ബുദ്ധി, ഓർമ്മ, മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വധു വരനിലേക്ക് തന്നെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ദൈവത്തിലേക്ക് തിരിച്ചുകൊണ്ട് ദൈവത്തിന് സമ്പൂർണ്ണമായിട്ടൊരു സമർപ്പണം നടത്തുകയാണ്. പിന്നെ ഇവിടെ പറയുന്നു, ഇവിടെ ഒരു വിവാഹ പദവിയെക്കുറിച്ച് വധു ഇവിടെ വിവരിച്ച് പറയുന്നുണ്ട് എന്ന് തുടർന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇഹത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും, അപ്പോൾ ദൈവത്തെ പ്രാപിക്കാനായിട്ട് ഇഹത്തിലുള്ള എല്ലാ വ്യാപാരങ്ങളൊക്കെ വധു ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിലേക്ക് തന്നെ കൂടുതൽ അടുപ്പിക്കണമേ എന്നും ഒപ്പം തന്നെ ആ ദൈവത്തിലേക്ക് തന്നെ ഉയർത്തണമേ എന്നും വലിയൊരു അപേക്ഷയും പ്രാർത്ഥനയും വധു ഇവിടെ നടത്തുന്നുണ്ടെന്ന് പറയുന്നു. പിന്നെ പറയുന്നു, അപ്പോൾ ഇവിടെ നേരത്തെ പദ്യത്തിൽ നമ്മൾ പറഞ്ഞു പ്രണിധാനം ഇവിടെ വധുവിനെ വരൻ പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ദൈവം പഠിപ്പിച്ച ആ ഒരു പ്രണിധാനത്തിലൂടെ തന്നെയാണ് വധു ഇവിടെ ദൈവത്തെ സ്നേഹിക്കുന്നത്. ആ ധ്യാനത്തിൽ അന്തർലീനയായിരുന്നു കൊണ്ട് തന്നെ ആ ഒരു വലിയ സ്നേഹത്തിലേക്ക് വധു അടുത്തുകൊണ്ടിരിക്കുകയാണ്. 29ാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ദൈവത്തിനായി സമ്പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുന്നവർ ലോകത്തിൽ നിന്ന് നേരിടുന്ന പല ചോദ്യങ്ങളുമുണ്ട്. ഇവിടെ ആത്മാവിന് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വരികയാണ്. ലോകത്തിൻ്റെ മുൻപിൽ ആത്മാവിന് തീരെ വിലയില്ലാതായി കാണുകയാണ് ചെയ്യുന്നത്. കാരണം ലോകത്തിന് പ്രിയപ്പെട്ടതായി അല്ലെങ്കിൽ വിലപ്പെട്ടതായി കാണുന്ന പലതും ആത്മാവിന് വിലപ്പെട്ടതായിട്ട് തോന്നുന്നില്ല. അത് തന്നെയാണ് ഇതിന് കാരണവും. ദിവ്യനാഥന് വേണ്ടി സ്വീകരിക്കുന്ന ഈ ജീവിതാവസ്ഥയെ ആത്മാവ് കൂടുതൽ വിലയുള്ളതായി കാണുകയാണ് ചെയ്യുന്നത്. ഈ പദ്യത്തിൽ പറയുന്നത് പോലെ തന്നെ ദൈവം ആത്മാവിന് നൽകുന്ന ഓരോ ദാനങ്ങളും ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ദൈവസ്നേഹത്തെ പ്രതി ആത്മാവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ആത്മാവിന് ഏറെ വിലപ്പെട്ടതായി തോന്നുമ്പോഴും ലോകത്തിന് അവയെല്ലാം നിസ്സാരമായിട്ടാണ് തോന്നുന്നത്. എന്നാൽ ഈ നിസ്സാരമായ പ്രവൃത്തികളൊന്നും തന്നെ ആത്മാവ് ലജ്ജിക്കുന്നുമില്ല. അതിന് കാരണം ആത്മാവിനെ പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഘടകം ദൈവസ്നേഹമാണ് എന്നത് മാത്രമാണ്. ഇനി 30ാമത്തെ പദ്യത്തിലേക്ക് വരുമ്പോൾ ആത്മാവ് ഇവിടെ ദൈവത്തിന് ഒരു ഹാരം കൊടുക്കുകയാണ്. തൻ്റെ പൂക്കൾ കൊണ്ടുണ്ടാക്കിയ ഹാരം എന്നാണ് പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പൂക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആത്മാവ് സമ്പാദിക്കുന്ന സുഹൃതങ്ങളെയും പുണ്യങ്ങളെയൊക്കെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാവ്
തൻ്റെ യൗവന കാലഘട്ടത്തിലാണ് ഈ പൂക്കളാകുന്ന സുഹൃതങ്ങളും പുണ്യങ്ങളൊക്കെ അഭ്യസിച്ചെടുക്കുന്നത്. അതിന് കൂടുതൽ മൂല്യമുണ്ടെന്നും അല്ലെങ്കിൽ അത് കുറച്ചുകൂടി ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്നും കൂടി പറയുന്നുണ്ട്. ഒപ്പം തന്നെ യൗവന കാലഘട്ടത്തിൽ ആത്മാവ് ഈ പുണ്യങ്ങൾ അഭ്യസിക്കുമ്പോൾ അത് ആനന്ദമാധുരിയിലോ അനുഭൂതിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന പുണ്യങ്ങളെക്കാളൊക്കെ ഉപരിയായിട്ട് ആത്മീയ ശുഷ്കതയിലായിരിക്കുന്ന സമയത്ത് ആത്മാവ് ചെയ്യുന്ന പുണ്യങ്ങളും സുഹൃതങ്ങളുമാണ് ദൈവത്തിന് കൂടുതൽ പ്രിയപ്പെട്ടതായിട്ട് കരുതപ്പെടുന്നത് എന്ന് ഈ പദ്യത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഹാരം ഉണ്ടാക്കുവാനായിട്ട് ഒരു ചരട്, എല്ലാറ്റിനെയും കൂട്ടി അണക്കുന്ന ഒരു ചരട് എന്തായാലും വേണം. അതിന് ആത്മാവോട് ഉപയോഗിക്കുന്നത് മുടിനാരെന്നാണ് പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ മുടിനാര് എന്നത് സ്നേഹമാണ്. സ്നേഹമാകുന്ന മുടിനാര് കൊണ്ടാണ് ആത്മാവ് ഈ സുഹൃതങ്ങളെല്ലാം കൂട്ടി അണക്കിക്കൊണ്ട് ഒരു ഹാരമാക്കിയിട്ട് തൻ്റെ പ്രിയനാഥന് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് പറയാൻ പോകുന്നത് 31-ാമത്തെ പദ്യമാണ്. ഇതിൽ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവ് മാല കുരുക്കാണ്. ഈ മാലയിൽ പുഷ്പങ്ങളെന്ന് പറയുന്നത് വരനാണ്. ഈ മാല കൊടുക്കാനിരിക്കുന്ന നാരെന്ന് പറയുന്നത് സ്നേഹമാണെന്നും പറഞ്ഞു. ഇനി അടുത്തത് പറയുന്നത് സ്നേഹമാകുന്ന നാരുകൊണ്ട് വധുവും വരനും, അതായത് ദൈവവും ആത്മാവും ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞുവെന്നാണ്. ഇതൊരു മാല കുരുക്കുന്നത് പോലെയാണെന്ന് പറഞ്ഞു. ഇനി ഈ മാല കഴുത്തിലൂടെ ചലിക്കുന്നതെന്ന് പറയുന്നു. ഈ ഇങ്ങനെ ചലിപ്പിക്കാൻ കാരണമാകുന്നത് കാറ്റ്, ഈ പരിശുദ്ധാത്മാവാണെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സ്നേഹം ആത്മാവിൽ ഉയരുന്നത് കാണുമ്പോൾ വരൻ, അതായത് ദൈവത്തിന് അത് മംഗളം നൽകുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ രാജാളി പക്ഷിയെ പറ്റിയും കുഞ്ഞി പക്ഷിയെ പറ്റിയും പറയുന്നുണ്ട്, നമ്മൾ കൊച്ചുത്രേസ്യ പറയുന്നത് പോലെ തന്നെ. അപ്പോൾ ഈ കുഞ്ഞു പക്ഷിക്ക് രാജാളി പക്ഷിയുടെ പോലെ ഉയർന്നു പറക്കാൻ അതിൻ്റെ അടുത്തേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. പകരം രാജാളി പക്ഷി അത് മനസ്സിലാക്കിയിട്ട് കുഞ്ഞി പക്ഷിയുടെ അടുത്തേക്ക് താഴ്ന്ന് പറക്കാനായിട്ട് സന്നദ്ധനാകുന്നു. അപ്പോൾ ഇവിടെ ഈ ഭാഗ്യം പക്ഷിക്ക്, അതായത് ആത്മാവിന് കിട്ടുന്നത് ദൈവം തന്നെ വിചാരിക്കുന്നത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു കരുണയെ കാണിക്കുന്നത് കൂടിയാണത്. പിന്നെ കണ്ണ് വിശ്വാസത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. കണ്ണുകൊണ്ടും മുടിനാരുകൊണ്ടും, അതായത് മുടിനാര് നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹം, ഇത് രണ്ടുകൊണ്ടും വരൻ മുറിവേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വരുന്നത് ബുദ്ധിയും മനസ്സാണ്. അപ്പോൾ ഈ ബുദ്ധിയും മനസ്സും പ്രാപിക്കുന്ന ദൈവൈക്യത്തെ പറ്റിയാണ് ഈ പദ്യത്തിൽ യോഹന്നാൻ ക്രൂശിതാവ് പരാമർശിക്കുന്നത്. ഇനി അടുത്തത് പറയുന്നത് 32-ാമത്തെ പദ്യമാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ദൈവമായിട്ട് ആത്മാവ് ബന്ധിക്കപ്പെടാനായിട്ട് കാരണമായത് ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ദൈവത്തിൻ്റെ തന്നെ കരുണ കൊണ്ട് ലഭിച്ചതാണെന്ന് ഓർത്ത് ആത്മാവ് നന്ദി കൊണ്ട് പാടാണ് ഇവിടെ. ഇതൊന്നും തൻ്റെ കഴിവല്ല എന്ന് ആത്മാവ് ഏറ്റു പറയുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് തന്നെയാണ് ഇത് ലഭിച്ചതെന്ന് ആത്മാവ് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ആത്മാവിനെ ദൈവം അപാരമായി സ്നേഹിച്ചെന്ന് പറയുമ്പോൾ അളവിൽ കൂടുതലായിട്ട് ദൈവം കാണിച്ച കരുണയും സ്നേഹത്തെയാണ് ഈ പദ്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. 33-ാമത്തെ പദ്യം എന്ന് പറയുന്നത് എന്നെ നീ വെറുക്കല്ലേ ശ്യാമ ഞാൻ ആകിലും എന്നാണ് എൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ശ്യാമ എന്ന് പറയുന്നത് ഇരുണ്ട. അപ്പോൾ ഇരുണ്ട എന്ന് ഇവിടെ ഉപമിക്കുന്നത് പാപാവസ്ഥയോടെയാണ്. അപ്പോൾ നമ്മൾ നനഞ്ഞ ഒരു വസ്തു സൂര്യൻ്റെ ചൂടേക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ അത് സൂര്യൻ്റെ പ്രകാശവും ചൂടും അടിച്ച് ആ ഈർപ്പൊക്കെ മാറി ആ വസ്തുവിൻ്റെ പഴയ ഒരു അവസ്ഥയിലേക്ക്, അതിൻ്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ അത് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഈ വരൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം നിമിത്തം ഈ ആത്മാവിൽ നിന്ന് അവിടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ എല്ലാ പാപാവസ്ഥകളെയും മാറിപ്പോകാണ്. അങ്ങനെ മാറിപ്പോകുന്ന ഒരവസ്ഥ വരുമ്പോൾ 4 അനുഗ്രഹങ്ങളാണ് ഈ ആത്മാവിലേക്ക് കടന്നു വരുന്നത്. അവൾ ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്, അവളുടെ സൗന്ദര്യം തിരിച്ചു വരികയാണ്, അവൾക്ക് സൗന്ദര്യം ലഭിക്കുകയാണ്, ഒപ്പം തന്നെ അവളുടെ വിഭവ സമൃദ്ധി വരികയാണ്, അവൾ പ്രകാശിക്കുകയാണ്. ഇങ്ങനെ 4 അനുഗ്രഹങ്ങളാണ് ഒരു ആത്മാവിന് ലഭിക്കുന്നത്. ഒപ്പം പാപങ്ങളെല്ലാം ക്ഷമിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ നമുക്കൊരു സമ്മാനം ലഭിച്ച ആ സമ്മാനം തന്ന വ്യക്തിയോട് നമുക്ക് എപ്പോഴും ഒരു സ്നേഹവും കടപ്പാടും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ തൻ്റെ പാപാവസ്ഥകൾ ഈശോ പൂർണ്ണമായും ക്ഷമിക്കുന്നുണ്ടെങ്കിലും ഈ പാപാവസ്ഥകളുടെ ഓർമ്മകളിൽ നിന്ന് അവൾ ഒരിക്കലും വിമുക്തയാകുന്നില്ല. അത് അവൾക്കൊരു ഗിഫ്റ്റ് പോലെയാണ്. കാരണം അവൾ അഹങ്കരിച്ചു പോകാതിരിക്കാൻ, അതായത് ഈശോയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ, ഒപ്പം നിരന്തരം ഒരു കൃതജ്ഞത ഈശോയ്ക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആശ്രയബോധം. അപ്പം നമ്മുടെ പാപാവസ്ഥകൾ ക്ഷമിച്ച് നമുക്ക് സ്നേഹം നൽകുന്ന ഒരു വ്യക്തിയോട് നമുക്ക് വളരെ ഒരു ആശ്രയബോധം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഈശോയുടെ ഒരു ആശ്രയബോധത്തോടെ ഈശോയോടൊപ്പം ആയിരിക്കാൻ ഈ കാര്യങ്ങളാണ് 33-ാമത്തെ പദ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. 33-ാമത്തെ പദ്യത്തിൽ ആത്മാവ് സ്വയം തന്നെ താഴ്ത്തിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ 34-ാമത്തെ പദ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വരൻ അവളെ ഉയർത്തി പറയുകയാണ്. ശൈത്യ ശാഖയും ചുണ്ടിലേറ്റ് വരുന്ന ഒരു മാടപ്രാവിനോടും ചെങ്ങാലിയോടും ഉപമിച്ചാണ് വരൻ അവളെ പ്രകീർത്തിക്കുന്നത്. അതായത് ശൈത്യശാഖ ചുണ്ടിലേറ്റുന്ന ഒരു മാടപ്രാവ് എന്ന് പറയുന്നത് നമ്മുടെ നോഹയുടെ പെട്ടകം നാം കാണുന്നുണ്ട്. അപ്പോൾ ഈ നോഹയുടെ പെട്ടകത്തിൽ ജലം ഇറങ്ങിയോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രാവ് പുറത്തേക്ക് പോയിട്ട് പ്രാവിനെ പറത്തി വിടുന്നുണ്ട്. ആ പ്രാവിനോട് ഉപമിച്ചിട്ടാണ് ആത്മാവിനെ പറയുന്നത്.
അപ്പോൾ ഈ ഒരു പ്രാവിൻ്റെ പ്രത്യേകത ശൈത്യശാഖ ചുണ്ടിലുണ്ട്. അതായത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ഈ ലോകത്തിലേക്ക് പറന്നു പോകുന്ന ആത്മാവ് ഈ ലോകസുഖങ്ങൾ അനുഭവിച്ച് ആ ലോകസുഖങ്ങളോടല്ല തിരിച്ചു വരുന്നത്, മറിച്ച് ഈ ലോകത്തോട് ഈശോയെക്കുറിച്ച് പ്രഘോഷിച്ചുകൊണ്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ ഈശോയുടെ സ്നേഹം തന്നെയാണ് തിരിച്ചു വരുമ്പോഴും ഈശോയുടെ സ്നേഹവും സമാധാനവും തന്നെയാണ് അവളുടെ ഹൃദയത്തിലും ഉള്ളത്. ഒപ്പം ഇവിടെ ചെങ്ങാലിയോട് വരൻ വധുവിനെ പ്രകീർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ചെങ്ങാലി ഒരു പക്ഷിയാണ്. അപ്പോൾ ഈ ഒരു പക്ഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തൻ്റെ ഇണയെ കാണാതിരുന്നാൽ പച്ചക്കൊമ്പിൽ ഈ പക്ഷി ഇരിക്കില്ല. ഒപ്പം തന്നെ കുളിർമയുള്ള ജലത്തിൻ്റെ അരികിലേക്ക് ഈ പക്ഷി പോകില്ല. അപ്പം തെളിജലം ഈ പക്ഷി കുടിക്കില്ല. മറ്റ് പക്ഷികളോട് കൂടെ, മറ്റ് ചെങ്ങാലി പക്ഷികളോട് കൂടെ സ്വന്തം ഇണയെ കാണാതിരുന്നാൽ അവൾ പറക്കില്ല. അവൾ ഒരു ഏകാന്ത ജീവിതത്തിലായിരിക്കും. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഈ ലോകസുഖങ്ങളാകുന്ന പച്ചക്കൊമ്പിലിരിക്കില്ല. ഒപ്പം സുഖലോലുപതയാകുന്ന തണൽ തേടി അവൾ പോകില്ല. ഈ ലോകത്തിൽ അവൾക്ക് ആശ്രയവും സ്നേഹവും ലഭിക്കുന്ന മറ്റു മനുഷ്യരുടെ സ്നേഹവും ആശ്രയവും ആകുന്ന തെളിജലം നുകരാനോ ആത്മാവ് ഉദ്യമിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഈ ലോകത്തോട് നിസ്സംഗത പുലർത്തുന്ന ആത്മാവിനെ ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് ആത്മാവിനെ പ്രകീർത്തിച്ച് വരനിവിടെ പാടുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 33-34 പദ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പറയാൻ പോകുന്നത് ഈ 35-ാമത്തെ പദ്യമാണ്. അപ്പോൾ ഈ 35-ാമത്തെ പദ്യത്തിൽ ദൈവം തന്നെയാണ് ഇവിടെ അവളെ നിയന്താവും ഒപ്പം തന്നെ വിളിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പദ്യത്തിൽ ഈ വരുമ്പോൾ ദൈവമാണ് ഈ ഒരു ആത്മാവിനെ നയിക്കുന്നത്. ഏതൊരു വീതിയിലൂടെ ആണെങ്കിലും ദൈവം തന്നെയാണ് ഇവിടെ ആത്മാവിനെ നയിക്കുന്നത്. കാരണം എന്ന് പറയുന്നത് ദൈവവും ആത്മാവും തമ്മിലുള്ള ആ ഒരു സൗഹൃദം അത്രയേറെ ഗാഢമായിരിക്കും എന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നുണ്ട്, ഇവിടെ ആത്മാവ് അഭിലഷിക്കുന്നത് ഒരു ഏകാന്തതയിൽ വസിക്കാനായിട്ടാണ് ആത്മാവ് അഭിലഷിക്കുന്നത്. അപ്പോൾ നേരത്തെ പദ്യത്തിൽ പറഞ്ഞു ആത്മാവിന് ചെങ്ങാലി പക്ഷിയോടൊക്കെ ഉപമിക്കുന്നുണ്ടെന്ന്. അതുതന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ചെങ്ങാലി പക്ഷിയാണ്. അപ്പോൾ ഈ ഒരു പക്ഷി അടുത്തേക്ക് വരുന്നത് ഈ ഒരു പക്ഷിക്കൂടിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് ലോകമാണ്. ഇപ്പോൾ വീടും അതും ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലോകമാവുന്നതിൽ നിന്ന് ദൈവത്തിലേക്ക് ഈ പക്ഷി നടന്നെടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആത്മാവ് അഭിലഷിക്കുന്ന ഏകാന്തതയുടെ 2 ഫലങ്ങൾ അല്ലെങ്കിൽ 2 സവിശേഷതകൾ വരൻ ഇവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദൈവത്തെ തേടുന്ന ആത്മാവിന് വേറെ ഒന്നും വേണ്ട. അപ്പോൾ വേറെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഒന്നും ആത്മാവ് ഇവിടെ അഭിലഷിക്കുന്നില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ലോകം എനിക്കിന് വേണ്ട എന്ന്. അപ്പോൾ ലോകത്തെ പോലും ത്യജിച്ചുകൊണ്ടാണ് ആത്മാവ് ദൈവത്തിലേക്ക് നടന്നെടുക്കുന്നത്. രണ്ടാമത്തേൽ പറയുന്നത് ഇവിടെ ആത്മാവ് അവലംബിച്ചിരിക്കുന്ന ഏകാന്തത എന്ന് പറയുന്നത് ലോകത്തിൻ്റെതായ എല്ലാം ത്യജിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഏകാന്തതയാണ്. നേരത്തെ എന്ന് പറയുമ്പോൾ ആത്മാവിന് ഒരു ഏകാന്തത ഉണ്ടെങ്കിലും അത് ആ ഒരു ആത്മാവിനെ അത്രമാത്രം ദുസ്സഹ്യപ്പെടുത്തിയിരുന്നു, വേദന നൽകിയിരുന്നു. ഇപ്പം നമുക്കറിയാം, ഒരു പാതയിലൂടെ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ നമുക്ക് എത്രമാത്രം വേദനയാണ് നൽകുന്നത് നമുക്ക് മനസ്സിലാവും. ഒറ്റയ്ക്കായപ്പോൾ അങ്ങനത്തെ ഒരു പല ചിന്തകൾ നമുക്ക് കടന്നു വരും എന്നൊക്കെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ ഒരു ആത്മാവ് എത്തിയിരിക്കുന്ന ആ ഒരു ഏകാന്തത എന്ന് പറയുന്നത് അത്രമാത്രം, കാരണം ആ ഒരു ആത്മാവ് മനസ്സിലാക്കുകയാണ് ദൈവം മാത്രമേ ഉള്ളൂ ഇനി. അപ്പോൾ ദൈവത്തിലേക്ക് ഞാൻ എത്രമാത്രം നടന്നെടുക്കണം എന്നുള്ളൊരു ചിന്തയിലൊക്കെ ആയിരിക്കും ആത്മാവ് വ്യാപരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏകാന്തത അവൾക്ക് വളരെ സുരക്ഷിതത്വമായിട്ട് തോന്നുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആത്മാവ് ഈ ഒരു പക്ഷിക്കൂടിലേക്ക് പോകുന്നത്. പക്ഷിക്കൂടെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹവും അതുപോലെ തന്നെ ആശ്വാസവും ഒക്കെ അഭിലഷിക്കുന്ന ഒരു പക്ഷിക്കൂടായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി 36-ാമത്തെ പദ്യത്തിൽ കാണാം. ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ വരനെയും വധുവിനെയും വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് ആത്മാവും ദൈവവും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ സായുജ്യം അല്ലെങ്കിൽ സമ്പൂർണ്ണ സമർപ്പണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3 സവിശേഷതകൾ, സ്നേഹത്തിൻ്റെ സവിശേഷതകൾ, തുടർന്ന് ഈ 35-ാമത്തെ ഇത് തുടങ്ങി സ്നേഹത്തെക്കുറിച്ച് കൂടുതൽ ഇവിടെ വിവരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്നേഹത്തിൻ്റെ 3 സവിശേഷതകളാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്നേഹത്തിൽ നിന്ന് ആത്മാവിന് ലഭിക്കുന്ന ഒരു സുഖവും അതുപോലെ തന്നെ മാധുര്യവുമാണ് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മനാഥൻ ഈ വരനോടുള്ള ഒരു സാദൃശ്യം പാലിക്കാനായിട്ട് അത് വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് 2ാമത്തെ സവിശേഷത. ഇനി 3ാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദിവ്യനാഥൻ്റെ ആ മഹോന്നത രഹസ്യത്തിലേക്ക് അവൾ ആഴ്ന്നിറങ്ങി ചെല്ലുന്നുണ്ട്. അത് അറിയാനും അതിലേക്ക് പ്രാപിക്കാനും ഒക്കെ ആയിട്ട് ഈ വധുവിന് വളരെയേറെ അഭിലാഷവും ഒക്കെ കാണിക്കുന്നതാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഇത് പറയുന്നു, എനിക്കുള്ളതെല്ലാം നിൻ്റേതും നിനക്കുള്ളതെല്ലാം എൻ്റേതും എന്ന് പറയാൻ ആത്മാവ് വളരെ വെമ്പൽ കൊള്ളുകയാണ്. അപ്പോൾ അത്രയും ഒരു ഐക്യത്തിലേക്ക്, ആ ഒരു സ്നേഹത്തിലേക്ക് വരാനായിട്ട് ആത്മാവ് വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു ദൈവപുത്രൻ്റെ സൗന്ദര്യം, അപ്പോൾ ദൈവത്തിൻ്റെ സൗന്ദര്യവും ദൈവത്തിൻ്റെ ആ സ്നേഹവും ഒക്കെ ആത്മാവ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് പ്രാപിക്കാനായിട്ട് വളരെയേറെ തീക്ഷ്ണതയോടുകൂടി ആത്മാവ് വരനിലേക്ക്
അടുക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബാക്കിലൊരു സീനറി പോലെ കാണിച്ചിട്ടുണ്ട്, കുന്നും മലയൊക്കെ. ഇപ്പോൾ ഈ കുന്നും മലയൊക്കെ സിംബലൈസ് ചെയ്യുന്നത് അവൾ നേരിടുന്ന അഗ്നിപരീക്ഷകളും അതുപോലെ തന്നെ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു ശുദ്ധീകരണ പ്രക്രിയ കഴിഞ്ഞിട്ടേ ഈ ഒരു ദൈവത്തിലേക്ക് നടന്നെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, ദൈവത്തിലേക്ക് ഐക്യപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അഗ്നിപരീക്ഷകളും വേദനകളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. എങ്കിലും ആത്മാവിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തീക്ഷ്ണത അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഈ ഒരു അഗ്നിപരീക്ഷകളിലൊക്കെ കടന്നു പോയിട്ട് തൻ്റെ ദിവ്യനാഥനെ പ്രാപിക്കണം. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കുള്ളതെല്ലാം നിൻ്റേതും നിനക്കുള്ളതെല്ലാം എൻ്റേതും. അപ്പോൾ ദൈവം അനുഭവിച്ച ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരാനായിട്ട് വധു വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ അഗ്നിപരീക്ഷകളൊക്കെ അവൾ സധൈര്യം തന്നെ തീക്ഷ്ണതയോടുകൂടി തന്നെ കടന്നു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അവസാനിക്കും. 37-ാമത്തെ പദ്യത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിലെങ്ങനെയാണ് പറയുന്ന വരികളിൽ പറയുന്നത് പോലെ ഗുപ്തമായ ശീല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഈ ഗുപ്തമായ ശീല എന്നത് ക്രിസ്തു തന്നെയാണ്. ഇവിടെ ആത്മാവ് ക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവിക ജ്ഞാനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവാകുന്ന രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ അല്ലെങ്കിൽ ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് അറിയുവാനായിട്ട് ആത്മാവ് അതിയായി വെമ്പൽ കൊള്ളുകയാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ രഹസ്യങ്ങളിലേക്ക് ആത്മാവ് തന്നെയല്ല പ്രവേശിക്കുന്നത്, ദൈവത്തോട് കൂടിയാണ്. ഇരുവരും ഒരുമിച്ചാണ് ഇതിലേക്ക് പ്രവേശിക്കുന്നത് എന്നുകൂടി ഈ പദ്യത്തിൽ പറയുന്നുണ്ട്. ഒപ്പം പദ്യത്തിൻ്റെ വരികളിൽ പറയുന്ന പോലെ മാതള നാരങ്ങ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ ആകൃതി എന്നത് വട്ടത്തിലാണ് ഇരിക്കുന്നത്. അത് വൃത്തം എന്നത് എപ്പോഴും ഒരു പൂർണ്ണതയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മാതള നാരങ്ങ അതിലെ അരികളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഓരോ ഗുണവിശേഷങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ പൂർണ്ണതയെയും സൂചിപ്പിക്കുന്നുണ്ട് ഈ മാതള ഫലങ്ങൾ. ഇവിടെ ദൈവം ആത്മാവിനെ തന്നെക്കുറിച്ച് തന്നെയുള്ള രഹസ്യങ്ങളും കാര്യങ്ങളും എല്ലാം വെളിപ്പെടുത്തുമ്പോൾ ആത്മാവിന് അതിൽ നിന്നൊരു ആനന്ദവും അല്ലെങ്കിൽ സന്തോഷങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആത്മാവ് അതിനേക്കാൾ ഉപരിയായി ആനന്ദവും സന്തോഷത്തിലും ആയിരിക്കുന്നതിനേക്കാൾ ഉപരിയായി അവയെല്ലാം തനിക്ക് തന്ന ദൈവത്തിന് തന്നെ തിരിച്ചു നൽകിക്കൊണ്ട് അവരിരുവരും ചേർന്നാണ് ഈ ആനന്ദവും മാധുര്യവും എല്ലാം അനുഭവിക്കുന്നത് എന്ന് പറയുന്നു. അടുത്തത് പറയാൻ പോകുന്നത് 38-ാമത്തെ പദ്യത്തെ പറ്റിയാണ്. ഇവിടെ ആത്മാവും ദൈവവും സമനിലയിൽ സ്നേഹിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വരച്ച് കാണിച്ചതുപോലെ സ്നേഹം സമം സ്നേഹം, ആത്മാവിൻ്റെയും ദൈവത്തിൻ്റെയും സ്നേഹം ഒരേ നിലയിലാവും. അപ്പോൾ ഇവിടെ ദൈവം ആത്മാവിനെ സ്നേഹിക്കുക മാത്രമല്ല, താൻ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ സ്നേഹിക്കാൻ ആത്മാവിനെ പഠിപ്പിക്കുകയും കൂടി ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ബുദ്ധിയായി മാറുന്നു, ദൈവത്തിൻ്റെ മനസ്സ് ആത്മാവിൻ്റെ മനസ്സായി മാറുന്നു. അതായത് ദൈവത്തിൻ്റെ സ്നേഹം ആത്മാവിൻ്റെ സ്നേഹമായിട്ട് മാറുന്നു. പുത്തമേതിലൊക്കെ പറയുന്നത് പോലെ സഹോദരനെ പോലെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു സമനിലയെ കാണിക്കാനാണ്, സഹോദരനും സഹോദരിയും ആ ഒരു സമനിലയിൽ കാണിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പറയുന്നത് ഈ പദ്യത്തിൽ പറയുന്നുണ്ട് തന്നത് എന്ന് പറയുന്നത്, അതിനെ പിരിച്ചെഴുതുമ്പോൾ തന്ന പ്ലസ് അത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അത് എന്താണെന്ന് വെളിപാടിൻ്റെ ഭാഗങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ വിജയം വരിക്കുന്നവൻ അത് നൽകും എന്നിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അത് എന്താണെന്ന് പറയുന്നില്ല. ആ അത് എന്ന് പറയുന്നത് ദൈവത്തെ തന്നെ, അത് നിത്യതയാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ആ നിത്യതയെ ആത്മാവ് അഭിലഷിക്കുന്നു. അത് ദൈവം ഒരുക്കി വെച്ചവ കാണാനായിട്ട് ആവേശം കൊള്ളുന്ന ആത്മാവിൻ്റെ അവസ്ഥയെയും കൂടിയാണ് കാണിക്കുന്നത്. ഇനി 39-ാമത്തെ പദ്യം. അപ്പോൾ ഈ പദ്യത്തിൻ്റെ ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും 5 ആപ്പിൾ പഴങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ആത്മാവിന് ലഭിക്കുന്ന 5 ഫലങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. ഒപ്പം ഈ നടുവിലത്തെ ട്രയാങ്കിൾ പരിശുദ്ധ ത്രിത്വത്തെയാണ് സിംബലൈസ് ചെയ്യുന്നത്. അപ്പം 2 റിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ 2 റിങ്ങുകൾ എന്ന് പറയുന്നത് ആത്മാവിൻ്റെയും ഈശോയുടെയും വിവാഹ നിശ്ചയത്തെയും വിവാഹത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒപ്പം ശൈത്യശാഖ ചുണ്ടിലേറ്റി ഈശോയുടെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ അതെന്ന് പറയുന്ന നിത്യതയാണെന്ന് കഴിഞ്ഞ പദ്യത്തിൽ നമ്മൾ കണ്ടു. അപ്പോൾ ഈ നിത്യതയിൽ ലഭിക്കുന്ന 5 ഫലങ്ങൾ, ഈ 5 ആപ്പിളുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുന്നത് ദൈവം തൻ്റെ പരിശുദ്ധ ആത്മാവിനെ ആത്മാവിലേക്കും ആത്മാവ് ദൈവത്തിലേക്കും നിശ്വസിക്കുന്നതാണ്. അതായത് പരസ്പരം ആത്മാക്കളെ കൈമാറുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പദവിയിലെത്തുമ്പോഴേക്കും, ഈ ഒരു സ്റ്റേജിലെത്തുമ്പോഴേക്കും ആവുകയാണ്. ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഫലം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഭൂതിയിൽ നിന്ന് ആത്മാവ് ഉന്നയിക്കുന്ന പ്രകീർത്തനമാണ്. ഇനി മൂന്നാമത്തെ ഫലം എന്ന് പറയുന്നത് സൃഷ്ടികളെയും അവയുടെ ക്രമീകരണത്തെയും സംബന്ധിച്ച അറിവ്. അതായത് ഈ ലോകത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ദൈവം ആത്മാവിലേക്ക് നൽകുകയാണ്. ഓരോ സൃഷ്ടികളും എങ്ങനെയാണ് എന്നുള്ളൊരു അവബോധത്തിലേക്ക് ആത്മാവ് കടന്നു വരികയാണ്. ഒപ്പം ദൈവത്തെയും സൃഷ്ടികളെയും ഒരുമിച്ച് സ്നേഹിക്കുകയാണ്. അത് എൻ്റെ സഹോദരങ്ങളാണെന്നൊരു അവബോധത്തിലേക്ക് ആത്മാവ് കടന്നു വരികയാണ്. ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ദൈവസത്തയുടെ സംശുദ്ധവും വ്യക്തവുമായ ഒരു ധ്യാനം. അതായത് ഈശോയെക്കുറിച്ചുള്ള അറിവ് ഈ ആത്മാവിലേക്ക് കടന്നു വരികയാണ്. അത് ദർശനം അല്ലെങ്കിൽ ധ്യാനം വഴിയാണ്, പ്രണിധാനം വഴിയാണ് ആത്മാവിലേക്ക് ലഭിക്കുന്നത്. ഇനി
അമേയമായ ദൈവസ്നേഹത്തിലേക്കുള്ള സമ്പൂർണ്ണമായ രൂപാന്തരം. ഇവിടെ ആത്മാവ് രൂപാന്തരത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈശോയുടെ മാനുഷിക ഗുണങ്ങളിലേക്ക്, ഈശോയുടെ മാനുഷിക ഗുണങ്ങളിലേക്ക് ആത്മാവ് ആ മാനുഷിക ഗുണങ്ങൾ ഒപ്പിയെടുത്ത് ഈശോയെ പോലെ തന്നെ ആത്മാവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈശോ എങ്ങനെയാണോ മറ്റുള്ളവരെ സ്നേഹിച്ചത്, പിതാവിൻ്റെ സ്നേഹം എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പകർന്നു നൽകിയത്, അതുപോലെയൊക്കെ ആത്മാവും ഈ ഭൂമിയിൽ വെച്ച് ഈശോയുടെ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പകർന്ന് നൽകി ആ സ്നേഹത്തോടൊപ്പം ആയിരിക്കുന്ന ഒരവസ്ഥയാണ് 39ാമത്തെ പദ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ അവസാന ഘട്ടത്തിൽ 40ാമത്തെ പദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത് മനസ്സിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ സമസ്തമായിട്ടും എല്ലാം ത്യജിച്ചുകൊണ്ട് ഈ ഒരു ആത്മാവ് ദൈവത്തോട് ഒരു സുദൃഢമായിട്ടുള്ള സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരികയാണെന്ന് പറയുന്നു. ഒരു സ്നേഹബന്ധത്തെ കാണിക്കുകയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വധു വരനോട് ഒരു സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ദൃശ്യമാണ് ഈ ചിത്രത്തിലൂടെ കാണിച്ചു വയ്ക്കുന്നത്. ഒപ്പം ഒരു സായുജ്യം പ്രാപിച്ചു എന്ന് വധുവിന് ഇവിടെ തോന്നുവാണ്. അപ്പോൾ മുന്നത്തെ പദ്യങ്ങളിലൊക്കെ വരനാണ് ഓരോ സവിശേഷതകൾ, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ വരനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ വധു ദിവ്യ മണവാളിൻ്റെ മുന്നിൽ കുറച്ച് സംഗതികൾ വെക്കുകയാണ്, കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഒരപേക്ഷ നടത്തുന്നതാണ് ഈ അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത് വധു പറയാണ്, സമസ്ത സൃഷ്ടികളിൽ നിന്നും ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു ദിവ്യനാഥനിലേക്ക് കടന്നു വന്നു എന്ന് ഒന്നാമത്തെ സംഗതിയായിട്ട് പറയുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ പിശാച് പലതും കൊണ്ട് ആത്മാവിനെ മുന്നേ വേദനിപ്പിച്ചിരുന്നു, ഞെരുക്കിയിരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ പിശാച് പോലും കടന്നു വരുന്നില്ല എന്ന് പറയുന്നു. കാരണം പിശാചിന് പോലും അപ്രാപ്യമായിട്ടുള്ള ആ ഒരു വലിയ പദവിയിലേക്കാണ് വധു എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയുന്നു. പിന്നെ ആത്മാവിൻ്റെ വികാരങ്ങൾ, ഇച്ഛകളൊക്കെ അതൊക്കെ ഇവിടെ ആത്മാവ് നിഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ദ്രിയ നിഗ്രഹത്തിലൂടെയൊക്കെ ആത്മാവ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ വരൻ്റെ മുന്നിൽ എടുത്ത് പറഞ്ഞുകൊണ്ട് വധു അപേക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് സമരസഭയിൽ ദൈവകരുണയാൽ ഒരു ആത്മീയ പദവി പ്രാപിച്ചതുപോലെ തന്നെ ഈ ഒരു പദവി പ്രാപിച്ചതിലൂടെ വിജയസഭയിലേക്ക്, ആ വിവാഹ മഹോത്സവത്തിലേക്ക് തന്നെ കടത്തി വിടണമേ എന്ന് വധു ഇവിടെ വരനോട് അപേക്ഷിക്കുകയാണ്. അപ്പോൾ വധു ഇങ്ങനെ ഒരു അപേക്ഷ വയ്ക്കുമ്പോൾ വരനത് ഒരിക്കലും നിരസിക്കാനായിട്ട് സാധിക്കില്ല. കാരണം വരൻ അത്രമാത്രം വധുവിനെ ആഗ്രഹിച്ചു, വധുവിനെ പ്രാപിക്കണമെന്ന് വരനും ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവം നമ്മൾ എത്രമാത്രം നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നോ ദൈവം അത് സാധിച്ചു തരുമല്ലോ. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് തുടർന്ന്. അപ്പോൾ ഈ ഒരു സായുജ്യത്തിലേക്ക് തന്നെ അടുപ്പിക്കണമെന്ന് വധു വളരെയേറെ താഴ്മയോടുകൂടി വരനോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ പറയുന്നുണ്ട് ദൈവദർശനമാണ് വധുവിന് ഇതിനെല്ലാം ഒരു മുതൽക്കൂടായിട്ട് കരുതുന്നത്. കാരണം ദൈവത്തെ ദർശിക്കണം, ദൈവത്തെ പ്രാപിക്കണമെന്ന് വധു ഇവിടെ അപേക്ഷിച്ചുകൊണ്ട് ഇത് അവസാനിക്കുകയാണ്.